നന്ദി യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷെർലി ജോൺ ബൈജു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവ് ജനുവരി വരെ ഓട്ടമായിരുന്നു ഓട്ടിച്ചുകൊണ്ടിരുന്നത്. കടം കാരണം ഞങ്ങളത് വിറ്റായിരുന്നു. പിന്നെയും വേറെ ജോലിയൊന്നുമില്ലായിരുന്നു. ഏകദേശം ഒരു 2 മാസം വരെ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരുന്നു ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മാസം വരെ ചേട്ടൻ കടലിലേക്ക് ജോലിക്ക് പോയി. നീന്താൻ അറിഞ്ഞൂടായിരുന്നു. എന്നാലും ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞയച്ചു, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ, അപ്പോൾ കടലിൽ പണിയെങ്കിലും ചേട്ടൻ പോകുന്നു. അപ്പോൾ ചേട്ടൻ പോയി. അതിനുശേഷം സെപ്റ്റംബർ 27-ാം തീയതി ഞങ്ങളൊരു വള്ളവും വലയും വാങ്ങിയായിരുന്നു. അത് മൊത്തവും ക്യാഷ് കൊടുത്തിട്ടല്ല, കുടുംബത്തിൽ നിന്ന് തന്നെ. അതിൻ്റെ റേറ്റ് 2,30,000 രൂപയായിരുന്നു. 30,000 രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടായിരുന്നു ആ വള്ളവും വലയും എഞ്ചിനും ഒക്കെ വാങ്ങിയത്. അവർ ഞങ്ങൾക്ക് ഒരു എഗ്രിമെൻ്റ് ഞങ്ങളെ കൊണ്ട് എഴുതിച്ചു, കൃത്യം 1 മാസത്തിനുള്ളിൽ ബാക്കി 2 ലക്ഷം രൂപയും ഞങ്ങൾ നൽകണമെന്ന്. പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കൃത്യം 1 മാസമായി. ഒക്ടോബർ 30 ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലാകെ 99,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അത് കൊടുത്തിട്ട് സാവകാശം ചോദിച്ചിട്ടും അവർ തന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് നവംബർ 30 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബാക്കി 1,01,000 രൂപയും ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ നവംബർ 30-ന് 1,01,000 രൂപ തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് തന്ന ഈ വള്ളവും വലയും ഞങ്ങൾ തിരികെ കൊടുത്തിരിക്കണം. അപ്പോൾ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഞാനും സമ്മതിച്ചു, ഈ ക്യാഷ് തന്നില്ല എങ്കിൽ ഞങ്ങളിത് തിരികെ തരാം. എന്നിട്ട് ഞാനിവിടെ ഒക്ടോബർ 23-ാം തീയതി ഇവിടെ ചൊവ്വാഴ്ച ദിവസം ധ്യാനത്തിന് വന്നായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം ധ്യാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഈ 2 മക്കളെയും കൊണ്ട് വന്നിട്ട് തിരികെ പോയി. നവംബർ 9-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ കടബാധ്യത തീർക്കണമെന്ന് മാത്രമേ 1-ാമത്തെ നിയോഗം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈ വള്ളവും വലയും എൻ്റെ ഇടപാട് തീർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. എനിക്ക് തുറന്നു തന്ന വാതിലെല്ലാം ഓരോന്നോട്ട് അടയാൻ തുടങ്ങി. പൈസ തരാമെന്ന് പറഞ്ഞവരൊക്കെ സമയമായപ്പോഴത്തേക്കും മാറി. എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. നവംബർ 14-ാം തീയതി മുതൽ ഞാൻ വാട്സപ്പ് വഴി കൃപാസനം ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് വേറെ ഒരു ഉപജീവനത്തിനായി എൻ്റെ ഭർത്താവിനോ ഞങ്ങൾക്കോ ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഇത് ഞങ്ങൾ തിരികെ കൊടുക്കേണ്ടി വന്നാൽ ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ വഴിയാണിതെന്ന് പറഞ്ഞു. ഞാൻ ദിവസവും ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കുറയും തോറും ഞാനിങ്ങനെ പറയും, മാതാവേ, ഇനി 11 ദിവസം കൂടിയേ ഉള്ളൂ, 10 ദിവസം കൂടിയേ ഉള്ളൂന്ന്. 29-ാം തീയതി 1:30 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. ഞാനതെടുത്ത് ഹലോ വെച്ചപ്പോഴത്തേക്കും തന്നെ എനിക്ക് കേട്ടത്, ഇത് ജോൾസിൻ്റെ നമ്പരല്ലേ എന്നാണ്. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഇത് ജോൾസിൻ്റെ നമ്പരല്ല, റോങ് നമ്പർ. കട്ട് ചെയ്തു. വീണ്ടും കോൾ വന്ന്, ഇത് ജോൺ എന്ന് പറയുന്ന ആളുടെ വീടല്ലേ എന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ജോൺ അല്ല, ജോൺ ബൈജു ആണ്. അതാരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇങ്ങനെ കൃപാസനം ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഭർത്താവ് കണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് കാര്യം ചോദിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ചോദിച്ചത്, സഹായിക്കാൻ ആരുമില്ലേന്ന്. ഞാൻ പറഞ്ഞു, സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഒരു അവധി കൂടി ചോദിച്ചൂടെ. ഞാൻ പറഞ്ഞു, ഇനി അവധി ചോദിച്ചാൽ അവർ തരൂല. 30-ാം തീയതി വൈകിട്ട് 5 മണിയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 1,01,000 രൂപയും കൊടുക്കുകയും ചെയ്യണം. അതല്ല എങ്കിൽ അവർ തന്ന ഈ വള്ളവും വലയും ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ബോംബെയിലാണ് ഞാൻ താമസിക്കുന്നത്, എന്നെക്കൊണ്ട് വേറൊന്നും ചെയ്യാനില്ല, പക്ഷേ പലതുള്ളി പെരുവെള്ളമല്ലേ, അതുകൊണ്ട് എന്നാൽ കഴിയുന്നത് ഞാൻ തന്ന് സഹായിക്കാം, അക്കൗണ്ട് നമ്പർ അയച്ചതാ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളുടെ അക്കൗണ്ട് നമ്പറാണ് അയച്ചു കൊടുത്തത്. അതിനുശേഷം വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നീ എനിക്കായി ഒരുക്കി തന്ന വഴിയായിരിക്കാം ഇതെന്ന്. രാത്രി ഒരു 8:30 മണിയായപ്പോഴത്തേക്കും എനിക്ക് വേറൊരു സഹായം കൂടെ കിട്ടി. എനിക്ക് 80,000 രൂപ ഒരാൾ തന്ന് സഹായിച്ച ആൾ എന്നോട് പറഞ്ഞത്, ഒരിക്കലും എൻ്റെ പേരോ അല്ലെങ്കിൽ ഞാൻ തന്ന് സഹായിച്ചെന്നോ ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ ഞാൻ വന്ന് പറയും, പക്ഷെ ആളാരാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. തിരിച്ച് പിറ്റേന്ന് ഉച്ചയ്ക്ക് അതേ 1:30 മണിക്ക് ഈ 10,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആൾ അക്കൗണ്ടിൽ കയറ്റി തന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ 90,000 രൂപ വന്നെത്തി. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ
വൈകിട്ട് 6 മണിയായപ്പോഴത്തേക്കും ഇടപാട് ക്ലിയർ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴും ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത എഗ്രിമെൻറ്റ് പേപ്പർ ഞങ്ങൾക്ക് തിരികെ തരൂല എന്ന് പറഞ്ഞു. പൈസ ഞങ്ങൾ കൊടുക്കണം, പക്ഷേ തിരികെ തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ സൈൻ ചെയ്ത് തന്ന പേപ്പർ ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ല എങ്കിൽ ഇത് നിങ്ങളെ മുതലായി നാളെ എന്തെങ്കിലും നിങ്ങൾ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തിരികെ തരേണ്ടി വരും. അവസാനം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എനിക്ക് ഒരുക്കി തന്നതാണെങ്കിൽ നീ തന്നെ ഇതിൽ ഇടപെടണേ എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് 70,000 രൂപ താ, ബാക്കി ഞങ്ങൾ നാളെ പത്രവും കൊണ്ട് വരുമ്പോൾ തന്നാൽ മാത്രം മതി എന്ന്. പിറ്റേന്ന് 31-ാം തീയതി, ഡിസംബർ 1-ാം തീയതി 10 മണിക്ക് അവർ ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത പത്രവും തിരികെ തന്ന് ബാലൻസ് കാശ് വാങ്ങിച്ചിട്ട് പോയി. ഇപ്പം ആ വള്ളവും വലയും ഞങ്ങൾക്ക് സ്വന്തമാണ്. അതിനുശേഷം ആ വള്ളത്തിൽ ഒന്നും പെടൂല, മീനൊന്നും പെടൂല. ഞാൻ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഇങ്ങനെ നിയോഗം വെച്ച് ഞാൻ പോകുന്ന എല്ലാ ദിവസവും നഷ്ടമാണ്, എണ്ണയുടെ പൈസ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വെച്ച് ഇന്നലെ എൻ്റെ വള്ളം തിരികെ കരക്കണച്ചപ്പോഴത്തേക്ക് 40,000 രൂപയ്ക്ക് മീനുണ്ടായിരുന്നു. ഞാൻ ഈ നിമിഷം അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരണം എനിക്ക് ഓരോ പ്രശ്നം വന്ന് ഞാൻ കരയുമ്പോഴും എല്ലാവരും എന്നോട് വീട്ടിൽ പറയുന്നത്, നീ കരയേണ്ട ആവശ്യമില്ല, നീ അമ്മ മാതാവിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് കിട്ടുമെന്നാണ്. പരിശുദ്ധ അമ്മയെ, അമ്മയ്ക്ക് സ്തുതി.